മകൻ്റെ ജീവിതത്തിൽ വളരെയധികം സ്വാധീനം ചെലുത്തിയൊരു വ്യക്തി. മകൻ്റെ 3ഓളം സിനിമകൾ അവസാന കാലം വരെ കാണാതിരുന്ന ഒരമ്മ. കാരണം അത്രത്തോളം മകൻ വേദനിക്കുന്നതും സങ്കടപ്പെടുന്നതും ഒന്നും ഇഷ്ടപ്പെടാതിരുന്ന, കഥയിലാണെങ്കിൽ പോലും അങ്ങനെയൊന്നും സംഭവിക്കരുതേ എന്ന് ആഗ്രഹിച്ചിരുന്ന ഒരമ്മ. ആ അമ്മ ചുറ്റുമുള്ളവരോട് എങ്ങനെയായിരുന്നു, ചുറ്റുമുള്ളവരോട് എത്രത്തോളം സ്നേഹം കാണിച്ചിരുന്നു എന്നുള്ളതൊക്കെ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അഭിലാഷ്, അങ്ങനെ ഒരമ്മ വിട പറയുമ്പോൾ കാണാനെത്തുന്നവരുടെ, അവസാനമായി അമ്മ ഒരു നോക്ക് കാണാനെത്തുന്നവരുടെ എണ്ണവും വളരെയധികമായിരിക്കും. ആളുകളൊക്കെ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണല്ലേ വീട്ടിലേക്ക്? ഇപ്പോഴും നമുക്കറിയാൻ കഴിയുന്നത് CPM നേതാവായിട്ടുള്ള IP ജയരാജൻ അടക്കം ഇങ്ങോട്ടേക്ക് അല്പസമയത്തിനെത്തും എന്നുള്ളതാണ്. രാഷ്ട്രീയ, സാമൂഹ്യ, സിനിമാ രംഗത്തെ നിരവധി പേർ ഇവിടെ ഇന്ന് ഈ 4 മണിക്കകം തന്നെ ഇവിടെ എത്തിച്ചേരും. കാരണം അറിയാം, മോഹൻലാൽ എന്ന് പറയുന്നത് മലയാളത്തിൻ്റെ സ്വത്താണ്. അത്തരത്തിലൊരു വലിയൊരു നടനെ മലയാളത്തിന്, കേരളത്തിന്, ഇന്ത്യക്ക് സമ്മാനിച്ച, കലാരംഗത്ത് സമ്മാനിച്ച ആ അമ്മയാണ് ഇപ്പോൾ വിട പറഞ്ഞിരിക്കുന്നത്. അത് മോഹൻലാലിനെ സംബന്ധിച്ച് മാത്രമല്ല, മോഹൻലാലിനോടൊപ്പം നിൽക്കുന്നവരും സിനിമാ രംഗത്തെ നിൽക്കുന്ന ആൾക്കാർക്കെല്ലാം വലിയ രീതിയിലുള്ള സങ്കടം പകരുന്ന ഒരു വാർത്തയാണ്. ഇന്നലെ ഉച്ചയ്ക്കാണ് ഇത്തരത്തിൽ അപ്രതീക്ഷിതമായ ആ വാർത്ത മോഹൻലാലിനെയും നാടിനെയും തേടിയെത്തിയത്. മോഹൻലാലിൻ്റെ അമ്മ ഇവിടെ പറഞ്ഞിരിക്കുന്നു എന്ന വാർത്ത. അപ്പോൾ തന്നെ മമ്മൂട്ടിയും രമേശ് പിഷാരടിയും അങ്ങനെ മലയാള സിനിമാ രംഗത്ത് പ്രമുഖരായിട്ടുള്ള ആളുകളെല്ലാം ഇന്നലെ തന്നെ കൊച്ചിയിലെ മോഹൻലാലിൻ്റെ വീട്ടിലെത്തി അന്ത്യോപചാരം അർപ്പിച്ചിരുന്നു. ഇപ്പോൾ ഇന്ന് രാവിലെ 5 മണിയോടെയാണ് അമ്മയുടെ മൃതദേഹം തിരുവനന്തപുരം മുടവമുകളിലെ അവരുടെ വസതിയിൽ എത്തിച്ചത്. അങ്ങനെ വെളുപ്പിന് 6 മണി മുതൽ തന്നെ പൊതുദർശനം ആരംഭിച്ചു. വലിയ രീതിയിലുള്ള തിരക്ക്, ആളുകൾ എത്തുന്നുണ്ട്. അയൽവാസികളും അതുപോലെ തന്നെ രാഷ്ട്രീയ രംഗത്തുള്ളവരും സിനിമാ രംഗത്തുള്ളവരും എല്ലാം ഇവിടെ എത്തിച്ചേരുന്നുണ്ട്. അതിനനുസരിച്ചുള്ള ക്രമീകരണങ്ങളാണ് ഇവിടെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. മോഹൻലാലിനെ സംബന്ധിച്ച് 2026 ഏറ്റവും ദുഃഖകരമായൊരു 2026 തന്നെയായിരിക്കും. കാരണം ഒരു ദിവസം കൂടെ കഴിയുമ്പോൾ അമ്മ 2026 ആ 2026 പുതുവത്സരത്തിൽ അമ്മ ഒപ്പമില്ല എന്നുള്ള യാഥാർത്ഥ്യം കൂടി മോഹൻലാലിന് ഉൾക്കൊള്ളേണ്ടതുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ രാവിലെ തന്നെ നിരവധി ആളുകൾ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നു. വൈകുന്നേരം 4 മണി വരെയാണ് ഇവിടെ പൊതുദർശനം ഒരുക്കിയിരിക്കുന്നത്. കൃത്യം 4 മണിക്ക് തന്നെ സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കും. ഇതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള സുരക്ഷാ സന്നാഹങ്ങളും പോലീസ് അടക്കം ഇവിടെയുണ്ട്. മാത്രമല്ല, ഒരുപാട് ആളുകൾ ഇവിടെ എത്തുന്നുണ്ട്. ആര്യ രാജേന്ദ്രൻ അടക്കമുള്ള മുൻ മേയർ ആര്യ രാജേന്ദ്രൻ അടക്കം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. മോഹൻലാലിൻ്റെ അമ്മയ്ക്ക്, ശാന്തകുമാരിക്ക് അന്ത്യോപചാരം അർപ്പിച്ചിട്ട് അവർ ഇവിടുന്ന് പോയിരിക്കുകയാണ്. അങ്ങനെ മോഹൻലാലിനെ സംബന്ധിച്ച് സിനിമാ രംഗത്തേക്ക് എത്തുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രചോദനമായി നിന്നതും അതുപോലെ കൂട്ടായി നിന്നതും എല്ലാം മോഹൻലാലിൻ്റെ അമ്മ തന്നെയായിരുന്നു. കാരണം അക്കാലത്ത് 40-50 വർഷങ്ങൾക്ക് മുമ്പ് സിനിമയിലേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ അത്തരത്തിൽ എല്ലാ വീടുകാരും അതിനെ അംഗീകരിക്കണമെന്നോ അനുവദിക്കണമെന്നോ ഇല്ല. പക്ഷേ ഒപ്പം പിന്തുണച്ച ഒരു അമ്മയായിരുന്നു മോഹൻലാലിനുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് മലയാള സിനിമയ്ക്ക് ഇത്രയും വലിയൊരു നടനെ കിട്ടിയത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ മലയാള സിനിമയും ഈ അമ്മയോട് കടപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ എന്തായാലും ആ അമ്മ 90-ാം വയസ്സിൽ വിട പറഞ്ഞിരിക്കുന്നു. പക്ഷാഘാതത്തെ തുടർന്ന് 14 വർഷമായി ചികിത്സയിലായിരുന്നു. അതിൽ 10 വർഷത്തോളമായി കഠിനമായ മൂർച്ഛിച്ച രീതിയിലായിരുന്നു രോഗം. അങ്ങനെ ആ ഒരു സാഹചര്യത്തിലാണ് മോഹൻലാൽ കഴിഞ്ഞ 10 വർഷമായി അമ്മയ്ക്കൊപ്പം ഉണ്ടായിരുന്നത്. സംസാരിക്കാൻ കഴിയാത്ത അമ്മയ്ക്കൊപ്പം അമ്മയോട് സംസാരിക്കുന്ന കണ്ണുകളിലൂടെ ആംഗ്യം കാണിച്ചും സ്പർശനത്തിലൂടെയും തലോടിയുമൊക്കെ ആയിരുന്നു ഇവർ തമ്മിൽ സംസാരിച്ചിരുന്നത്. ആ സ്പർശനം മതിയായിരുന്നു ഇരുവരും തമ്മിൽ ആശയവിനിമയം നടത്താനെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് അമ്മയുടെയും മകൻ്റെയും ബന്ധം എത്രത്തോളം ആഴത്തിലുള്ളതായിരുന്നു എന്നുള്ളത് എടുത്ത് പറയേണ്ടതാണ്. അങ്ങനെ മോഹൻലാൽ അമ്മയെക്കുറിച്ച് മോഹൻലാൽ സംസാരിക്കുമ്പോഴെല്ലാം മോഹൻലാലിൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്ന ചില ദൃശ്യങ്ങൾ കൂടി നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെ അമ്മയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ തനിക്ക് തൻ്റെ കുടുംബത്തിൽ, തൻ്റെ വീട്ടിൽ താൻ ജനിച്ചു വീഴുമ്പോൾ തനിക്കൊപ്പം എത്രത്തോളം സ്നേഹനിധിയായ അമ്മയാണ് വിട പറഞ്ഞു പോകുന്നത്. മകനെപ്പോലെ തന്നെ, തൻ്റെ മകനെപ്പോലെ തന്നെ സുഹൃത്തുക്കളെയും സഹപ്രവർത്തകരെയും ഒക്കെ സ്നേഹിച്ചിരുന്ന ഒരമ്മ ഇന്നലെ അമ്മയ്ക്ക് അന്തിമോപചാരം അർപ്പിച്ച ശേഷം ഭാഗ്യലക്ഷ്മിയും ഉർവശിയും ഒക്കെ പ്രതികരിച്ചപ്പോഴും അവർ പറഞ്ഞതും ഇതുതന്നെയായിരുന്നു. കുറച്ച് നാൾ കാണാതിരുന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഇങ്ങോട്ട് വിളിക്കും, എന്താ എന്നെ കാണാൻ വരാത്തതെന്ന് തിരക്കും. അങ്ങനെ ഒരമ്മ വിട പറയുമ്പോൾ അത് ആ നഷ്ടം ബാധിക്കുന്നത് ആ കുടുംബത്തെ മാത്രമല്ല, സിനിമാ മേഖലയെയും അവരുമായി ഒപ്പം നിന്നിരുന്ന, അവരുടെ കൂടെ നിന്നിരുന്ന നിരവധി പേരെ കൂടിയാണ്
എന്നതുകൂടിയാണ് മറ്റൊരു വിഷമകരമായ കാര്യമെന്ന് പറയുന്നത്. അഭിലാഷ് രാധാകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. ഇടവേള.